ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബീട്രൂട്ട് ആയിരിക്കും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്. ബീട്രൂട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സ്കിൻ വൈറ്റനിങ് നമുക്ക് ABC ജ്യൂസൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ABC ജ്യൂസ് ഒന്നും എപ്പോഴും കഴിക്കാൻ പാടില്ല. ബീട്രൂട്ട് ഉള്ളിൽ കഴിക്കുന്നത് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ നല്ലതായിട്ട് പോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്നത് പോലെയാണ് ബീട്രൂട്ടിൻ്റെ പാക്ക് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, ഫുൾ ബോഡി ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊരു പാക്കാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കുറേ അധികം നാളുകൊണ്ട് എനിക്ക് വരുന്ന കമൻറ്റാണ് ഫുൾ ബോഡി വൈറ്റനിങ് അല്ലെങ്കിൽ ഫുൾ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന കാര്യം വല്ലതും ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ കൂടുതൽ ഫേസ് പാക്കുകളാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫേസിലാണ് കൂടുതൽ ബ്രൈറ്റൻ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഫേസ് പാക്കിൽ ചില ഫേസ് പാക്കൊക്കെ നമുക്ക് എന്താണ് കയ്യിലോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫുൾ ബോഡി വൈറ്റനിങ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് വെക്കുക. നിങ്ങൾ പ്രൈവറ്റ് പാർട്ടിൽ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന പാക്കുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അല്ല കയ്യിൽ അപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രൈവറ്റ് പാർട്ടിൽ ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എനിക്ക് കമൻറ്റ് വരാം, അതെന്താ പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ ചെയ്ത് അതെന്താ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ ചോദിക്കണം. ആക്ച്വലി നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്തതാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അവിടെ ഉള്ളത്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫേസിലേക്കും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തിന് ഉള്ളിലേക്ക്, അതായത് അത് കടന്നുകൂടാത്ത സ്ഥലങ്ങളിൽ അത് ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇച്ചിങ് ഇറിറ്റേഷൻസ് വരാം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നതിനേക്കാളുപരി നമുക്ക് ഭയങ്കര ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി അവിടെയൊന്നും അത്തരത്തിലും വെളുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകം സാധനങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. അല്ലാതെ ഇത്തരത്തിൽ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കുകളൊന്നും അത്തരത്തിലുള്ള പാർട്ടുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ ചെയ്യാത്ത കാര്യം വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, പക്ഷേ എനിക്ക് കൃത്യമായിട്ടൊരു രീതിയിൽ അതിനെപ്പറ്റിയൊരു റിസൾട്ടും അതേപോലെ തന്നെ അതിനെപ്പറ്റിയൊരു ഐഡിയയും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഫുൾ ബോഡി വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാമെന്നാണ്, പ്രൈവറ്റ് പാർട്ട് ഒഴികെ. കയ്യിലും കാലിലും മുഖത്തും ഒക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഓട്സ് ആണ്. ഓട്സ് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എല്ലാ ദിവസവും എടുക്കേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ 1/2 സ്പൂൺ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. 1/2 സ്പൂണോട് ഓട്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്ന കടലമാവാണ്. കടലമാവൊക്കെ നല്ലതായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. കടലമാവ് ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1.5 സ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയും സാധനങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ സ്കിന്നിന് നല്ലപോലെ പ്രൊട്ടക്ഷൻ നൽകുവാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ സൺടാന്, അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, നമുക്ക് പിഗ്മെൻറ്റേഷൻ മാത്രമായിട്ടുള്ള നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്കുകൾ, ഇതൊക്കെ റിമൂവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ നോക്കുക. ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു തരത്തിലും മാറ്റം ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും. ശരിയാണ്, ഏത് പാക്ക് യൂസ് ചെയ്താലും ആ സമയത്തൊരു ബ്രൈറ്റ്നസ് കിട്ടും. ആ ബ്രൈറ്റ്നസ് മാത്രമാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതിന് നമുക്ക് ക്ഷമയും അതേപോലെ യൂസ് ചെയ്യാനും വേണം.
പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാവൂ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരത്തെ ഒരു സ്മെല്ല് വരും. പിന്നെ നമുക്കത് ഫേസിലേക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം, ഒരാഴ്ചയിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു 5 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ബീട്രൂട്ട് ഒഴിക്കുമ്പോഴേ ഈ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരത്തെ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് ഒരു ഒരുപാട് ദിവസം വയ്ക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഓട്സൊക്കെ നിങ്ങൾ പൊടിച്ച് വെക്കുക. എന്നിട്ട് ഈ ബീട്രൂട്ട് ജ്യൂസ് അപ്പം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. അപ്പം എപ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് ആ സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. എല്ലാ തരത്തിലുള്ള സ്കിന്നിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു തരത്തിലും പ്രശ്നമില്ല. പിന്നെ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമില്ല, പ്രൈവറ്റ് പാർട്ട് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ്രാംസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വ്യത്യാസം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പകുതി ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാക്കും, അത്രേ മാത്രമേ ഉള്ളൂ. നല്ലൊരു രീതിയിൽ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. പിന്നെ ബീട്രൂട്ട് ഉള്ളിൽ കഴിക്കുന്നത് നമ്മുടെ കിഡ്നി പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങളൊന്നും എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബീട്രൂട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യും സ്കിന്നിന്. നമ്മളിങ്ങനെ അമൃതം വിഷം എന്നൊരു പഴഞ്ചൊല്ലില്ല, അതിൻ്റെ പേര് ഇപ്പോഴും എനിക്ക് കിട്ടുക, അധികമായാൽ അമൃതം വിഷം. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പണി കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക. ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാത്രം അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് റഫായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ആഴ്ചയിൽ 4 ദിവസം യൂസ് ചെയ്യുക. മീഡിയം ടൈപ്പ് സ്കിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ സ്കിന്ന്, ഇതുപോലെയുള്ളവർക്ക് 5 അല്ലെങ്കിൽ 6 ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് വിട്ടേക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. സോ അതുകൊണ്ടാണ് ഡ്രൈ സ്കിന്നിന് ഞാൻ പറഞ്ഞത് ഒരു 4 ദിവസമൊക്കെ ആഴ്ചയിൽ 4 ദിവസം യൂസ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ ഉള്ളിലൊരു ഗ്ലൂട്ടാതയോൺ എടുക്കുന്നത് പോലെ തന്നെയാണ് ഇത്. നമുക്കൊരു ഗ്ലൂട്ടാതയോണിൻ്റെ എഫക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ പാക്ക് ഇതൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് തീർച്ചയായിട്ടും ആ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും എല്ലാ ടൈപ്പ് സ്കിന്നിനും ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ത് തന്നെയായിരുന്നാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.